അയ്യോ എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാമേ. ഇവളെ നമുക്കൊന്ന് കഴിക്കാം അല്ലേ? അതെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇവളുടെ തലച്ചോറ് ഞാൻ കഴിക്കും. ഇവക്ക് കാഞ്ഞ ബുദ്ധിയാ. അയ്യോ അത് പറ്റില്ല, തലച്ചോറ് എനിക്ക് വേണം. എങ്ങനെ? ആദ്യം ഞാനല്ലേ പറഞ്ഞേ? ശരി, ആദ്യം നീ പറഞ്ഞെന്ന് കരുതി എനിക്കെന്താ കഴിച്ചൂടെ? കർത്താവേ, ഇവിടെ നിന്ന് മുങ്ങുന്നതാ നല്ലത്. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും ഇവളുടെ തലച്ചോറ് 2 കഷ്ണമാക്കി കഴിക്കാം. അതാ നല്ലത്. അയ്യോ, എന്നാലും നമ്മൾ ഇത്രയും ദിവസമായിട്ട് കറക്കിയതാ പിങ്കിയാണെന്ന് ആലോചിക്കുമ്പോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ശരിയാ ചിഞ്ചു പറഞ്ഞത്, നമുക്കതൊന്ന് മനസ്സിലാക്കാൻ കൂടി പറ്റിയില്ലല്ലോ. റബ്ബേ, ഞാനൊക്കെ എങ്ങനെ പേടിച്ചോണാ ആ പ്രേതത്തിനെ കണ്ടുകണ്ടേ. ശരിയാ, അബു ട്രൗസറിൽ മൂത്രമൊഴിക്കുകയും ചെയ്തു പേടിച്ചിട്ട്. അവളെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല, ഇതിനെന്തെങ്കിലും ഒരു തിരിച്ചടി നമ്മൾ കൊടുക്കണം. ഓളെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വേണം അവളെ തിരിച്ചടിക്കാനേ. അവളെ ജീവിതത്തിൽ ഇനി ആരെയും ഇതുപോലെ പേടിപ്പിക്കരുത്. അമ്മ അതിലൊരു പണി അവൾക്ക് കൊടുക്കണം. ഇതിനാദ്യം ചെയ്യേണ്ടതേ ഓളെ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യണം. എല്ലാരും കൂടി അവളെ പിറകെ കൂടിയാലേ അവൾക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാകും. ആരെങ്കിലും ഒരാൾ വേണം അവളെ നിരീക്ഷിക്കാൻ. 24 മണിക്കൂർ ഓളെ മൂട്ടിൽ ഒരാൾ വേണം, എന്നാലേ ഓളെ പ്ലാനിങ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ദൗത്യം നീ ഏറ്റെടുക്കണം, പറ്റുമോ? ഇത് ഞാൻ തന്നെ ഏറ്റെടുത്തു. ഈ കൂട്ടത്തില് പണി ഏറ്റവും കൂടുതൽ കിട്ടിയത് എനിക്കാണല്ലോ, അപ്പൊ ഞാൻ തന്നെ ഇത് ശരിയാക്കി തരാം. നീ പേടിച്ച് കൊളാക്കില്ലല്ലോ അല്ലേ? പേടിച്ച് കൊളാക്കാനേ ഞാനല്ല ജി. നാളത്തെ രാത്രി അവളെ ഇനി ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. അത്തരത്തിലുള്ളൊരു രാത്രി ആയിരിക്കും അവൾക്ക്. ഈ പാപകാരണ ചിഞ്ചുവും ഗ്യാങ്ങും ഒരുപാട് പേടിച്ചു. നിന്നോട് എനിക്ക് താങ്ക്സ് ഉണ്ട്, നീയാണെന്നെ എല്ലാത്തിനും സഹായിച്ചത്. ഈ ഭയങ്കരി, ഇതാണപ്പ എന്റെ പരിപാടിയില്ലേ? ഇനി നിന്റെ ആവശ്യമില്ല, ഇനി പുതിയ ഐഡിയയായി ഇറക്കാൻ പോകുന്നേ. എന്റെ പഠിച്ചോനെ, ഇവളെടുത്ത് എത്തൊക്കെ സാധനങ്ങളാണ്. ഇവളപ്പ അതൊക്കെ ആദ്യം തന്നെ മുൻകൂട്ടിയാണ് വന്നതെന്നാ തോന്നുന്നുണ്ട്. ഈ പ്രേതത്തിന്റെ മുഖംമുടി കൊണ്ടാ ഇന്നത്തെ എന്റെ കളി. നിങ്ങളൊക്കെ ഒരുങ്ങി ഇരുന്നോടാ. ചിഞ്ചുവും ഗ്യാങ്ങും ഇപ്പോ ക്യാമ്പ് ഫയറിനുള്ള ഒരുക്കത്തിലായിരിക്കും. അവന്മാർക്കിട്ടുള്ള പണി ഇപ്പൊ റെഡിയാവും. കൂട്ടത്തിൽ അബുവിന് ഒരു എല്ല് കൂടുതലുള്ളത്, അവനിട്ട് നല്ലൊരു പണി കൊടുക്കണം. റബ്ബേ, ചോള നൃത്തം കണ്ടിട്ടുണ്ടല്ലോ, അവളെ ചന്തിക്കൂടെ ചോക്കിടുന്നാ തോന്നുന്നുണ്ട്. പിന്നെ എത്രയും പേടിപ്പിച്ചതൊന്നും മതിയായിട്ടില്ലെന്നാ തോന്നുന്നത്. ഒക്കിഞ്ഞിപ്പന്റെ മജ്ജത്ത് പോയി നിൽക്കേണ്ടി വരും അതിനേക്കാരം. അയ്യോ, റൂമിലേക്ക് ആരെങ്കിലും കയറി വരുന്നതിന് മുമ്പ് ഇതേ എടുത്തു വെക്കട്ടെ, ഇല്ലെങ്കിൽ ഇപ്പൊ ആകെ പണിയാവും. എന്നാലും എന്റെ ആ ടോർച്ചും വിളക്കും എവിടെ പോയിന്നാവും. ഇനി ആ സ്റ്റോർ റൂമിൽ എങ്ങാനും പെട്ടോ ആവോ? അയ്യോ, ഇനി അതെങ്ങാനും അവരെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിലേ കഥ കഴിഞ്ഞു തന്നെ. നമ്മളെ കയ്യിൽ കിട്ടിക്കണടി, എന്റെ അവസാനമെന്ന്. ചിഞ്ചുവിനും ഗ്യാങ്ങിനും എന്താ പണി എന്നൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ഇവിടെ നിന്ന് വേഗം പോയേക്കാം. എന്താ പറഞ്ഞൊരു സൗണ്ട് കേട്ടത്? എന്റെ ദൈവമേ, ഇനി ഇവിടെ ആരെങ്കിലും ഒളിച്ചു നിന്നിരുന്നോ ആവോ? ഏയ്, അത് ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. എന്തായി അബു, അവരുടെ പ്ലാനിങ് വല്ലതും അറിഞ്ഞോ? ഓളെ പ്ലാനിങ് ഒക്കെ മനസ്സിലായി. അതെ, ഏതായാലും നടക്കാൻ പോണില്ല. എന്താ പ്ലാനിങ്? അത് വേഗം പറ. അവളുടെ പ്ലാനിന് മുന്നേ നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആവണം. ഓളെ ക്യാമ്പിന് വന്നപ്പോഴത്തേനെ പല പല ഐറ്റംസ് സാധനങ്ങളും കൊണ്ടാ വന്നിട്ടത്. അത് വെച്ചുകൊണ്ടാ നമ്മളെല്ലാരും പേടിപ്പിച്ചിന്റെ ഓള്. അത് ശരി, എന്തൊക്കെയുണ്ട് അവളെ കയ്യില്? അവളെ ബാഗിൽ മൊത്തം അങ്ങനത്തെ സാധനങ്ങൾ തന്നെ ഉള്ളൂ. ആ ബാഗ് എങ്ങനെയും കയ്യിൽ കിട്ടിയാലേ നമുക്ക് കഴിച്ചില്ലായിരുന്നു. അതേതായാലും നടക്കില്ല. അവൾ ആ റൂമിന്റെ ഭാഗത്തുനിന്ന് എങ്ങോട്ടും പോകുന്നില്ല. എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? അതേതായാലും നല്ല ഐഡിയയാ. എന്തായാലും അവള് പേടിച്ച് ചമ്മി പോകും. അബു, വിഷ്ണു, ആമി, നമുക്കേ ഈ പ്ലാനിങ് വേഗം വർക്കൗട്ട് ആവാനേ കുറച്ച് സാധനങ്ങളുടെ ആവശ്യമുണ്ട്. എന്ത് സാധനങ്ങളാ? എന്റെയും അബുവിന്റെയും പോലെയുള്ള 2 പ്രതിമകൾ ഉണ്ടാക്കണം. പ്രതിമകളോ? അത് വെച്ചിട്ട് എന്ത് ചെയ്യാനാ? ഒക്കെ ഉണ്ട്, നീ കണ്ടോ? അബു, ആദ്യം നമുക്ക് 2 ക്ലോത്ത് വേണം. അത് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അതൊക്കെ ഞാൻ ഏറ്റു. ഓളക്കാളും വലിയ സെറ്റപ്പ് വേണം എന്തായാലും. ഈ പ്ലാനിങ് എന്തായാലും വർക്കൗട്ട് ആവും, അതെനിക്ക് ഉറപ്പാ. ദേവു, എന്നാ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, ഡൺ. ഇതെന്ത് മറിമായം? ഈ പ്രതിമ കണ്ട ചിഞ്ചുവിന്റെ കണക്ക് ഇരിക്കുന്നുണ്ടല്ലോ. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞ ഐഡിയ. നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിന്ന് പിങ്കി വരുന്നുണ്ടോന്ന് നോക്ക്. നമുക്ക് ഈ പ്രതിമ ഇവിടെ വെക്കാം. ഇത് കണ്ട ഓൾ എന്തായാലും പേടിച്ച് വണ്ടു. ഈ പ്രതിമ കണ്ടെന്നൊന്നും കരുതി അവളെ പേടിക്കില്ല. അതിനെ ഞങ്ങളുടെ കയ്യിൽ വേറൊരു ഐഡിയ ഉണ്ട്. തൽക്കാലം ഈ പ്രതിമ ഇവിടെ നിൽക്കട്ടെ. എല്ലാരും മണ്ടിക്കോളി, ആ പിങ്കി അതാ വരുന്നുണ്ട്. മണ്ടിക്കോളി, ഇത് കുറച്ചുകൂടി അങ്ങോട്ട് നിന്നോട്ടെ. ഇത് മുഖാൻ നിൽക്കണല്ല. കണ്ടാറങ്ങാനും പ്ലാനിങ് മൊത്തം കൊളാവുന്ന തോന്നുന്നത്. അങ്ങോട്ട് നിൽക്കാണ്ട്. ഇവരൊക്കെ എവിടെ പോയി? ഒറ്റൊന്നിനെ ഇവിടെ കാണുന്നില്ലല്ല. ക്യാമ്പ് ഫയറിനുള്ള ഒരുക്കത്തിലായിരിക്കും എല്ലാരും. കാണിച്ചു തരാം ഞാൻ. അവിടെ ആരാ നിൽക്കുന്നുണ്ടല്ലോ? ചിഞ്ചു ആണെന്നാ തോന്നുന്നേ. അവക്കിട്ടൊരെണ്ണം കൊടുത്തിട്ട് പോകാം. നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? ചിഞ്ചു, ഇതൊക്കെ എന്താ നാവില്ലേ? ഒന്ന് മുണ്ടാതെ നിൽക്കുന്നു. അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ 10 എണ്ണം തിരിച്ചു പറയുന്നവളാണല്ലോ. ഇന്ന് എന്ത് പറ്റി? എന്താടി, നിന്റെ നാവിറങ്ങിപ്പോയോ? ഞാൻ വിളിച്ചതൊന്നും കേട്ടില്ലേ? ഇതൊക്കെ ഇതെന്ത് പറ്റി? ഇനി ഇവളുടെ ചെവി എങ്ങാനും അടിച്ചു പോയോ? ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇന്ന് രാവിലെ വരെ ഇവിടെ കിടന്ന് കാറിയിരുന്നതാണല്ലോ. ഇനി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ആവും. വേഗം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതാ നല്ലത്. അയ്യോ, ഇവളിതെന്താ വീണേ? വേഗം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതാ നല്ലത്, അല്ലെങ്കിൽ ഇതിപ്പോ എന്റെ തലയിലാവും. അവൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ചിഞ്ചുവിനോട് വേഗം അതിലൂടെ വരാൻ പറ. എടുത്ത് വേഗം ഇവിടെ നിന്ന് മാറ്റാം, അല്ലെങ്കിൽ പണി പാളും. ഇവളിതെങ്ങനെ ഇവിടെ എത്തി? ഇപ്പോഴല്ലേ അവൾ അവിടെ ബോധം കിട്ട് വീണത്. പിന്നെ എങ്ങനെ ഇവിടെ എത്തി? ഹായ് പിങ്കി, എന്താ മീഴ്ച നോക്കുന്നേ? നിനക്കെന്താ സുഖമില്ലേ?
നീ ആരാ? ഞാൻ ചിഞ്ചു. നിനക്കെന്താ വിശ്വാസമില്ലേ? വേണേ തൊട്ട് നോക്കിക്കോ. വേണ്ട. അപ്പോ നീയല്ലേ നേരത്തെ അവിടെ ബോധം കിട്ടി വീണേ? ബോധം കിട്ടി വീഴേ നീ എന്തൊക്കെ പൊട്ടത്തരമായി വിളിച്ചു പറയുന്നത്? എന്ത് പറ്റി? നീ ഇന്ന് രാവിലെ കഴിക്കാനുള്ള ഗുളിക കഴിച്ചില്ലല്ലേ? ആർക്കടി രാവിലെ ഗുളിക കഴിക്കാനല്ലേ? നിനക്കല്ലേ അതിന് വട്ട്. ഓ, ഇപ്പോഴാ നീ പഴയ ട്രാക്കിലെത്തിയേ. അല്ലെങ്കിലേ നിനക്ക് എന്തെങ്കിലും പറ്റിയെന്ന് ഞാൻ കരുതും. നീ എന്നെ പറ്റി എന്താണ് വിചാരിച്ചേ? നീ കുറെ നേരമല്ല നിനക്ക് ഉണക്കുന്നു. എനിക്കറിയാം, നേരത്തെ നീ തന്നെയായിരുന്നു അവിടെ നിന്ന്. നീ മിണ്ടാതിരുന്ന് എന്നെ പറ്റിക്കാൻ നോക്കിയതല്ലേ? പിന്നെ അവിടെ നിന്ന് ഞാൻ എങ്ങനെയാ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയേ? നീ എന്തൊക്കെയാ പറയുന്നേ? നീ എന്താ ഞങ്ങളെ റൂമിനെ ചുറ്റിപ്പറ്റി നടക്കുന്നേ? ഇവിടെ വല്ലതും ഒപ്പിക്കാനാണോ? പിന്നെ എനിക്ക് നിങ്ങളെ ഒപ്പിക്കലല്ലേ പണി. ഒന്ന് പോടി. ഞാനേ ഇന്ന് രാത്രി ക്യാമ്പ് ഫയർ തുടങ്ങുന്നതിനുള്ള ഒരുക്കത്തിലാ. നടക്കട്ടെ. എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ അവിടെ കണ്ടതാണല്ലോ. ഒന്നുകൂടെ പോയി നോക്കട്ടെ. അയ്യോ, ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ. പിന്നെ അതെങ്ങനെ? ചിലപ്പോ എനിക്ക് തോന്നിയതാവും. ഏതായാലും അവളുമാർക്കുള്ള അടുത്ത പണിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങട്ടെ. ഹായ് മക്കളെ, നമ്മുടെ ക്യാമ്പ് ഫയർ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും ഹാപ്പി ആണല്ലോ? എന്താ ആരുടെ മുഖത്തൊരു സന്തോഷമൊന്നും ഇല്ലാത്തെ? എന്തു പറ്റി? ഞങ്ങളൊക്കെ ഹാപ്പിയാണ് മിസ്സേ. നിന്റെ ഈ ചിരിയൊക്കെ ഇപ്പൊ തീരുവടാ വിഷ്ണു. എന്നാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പാടിക്കോ. നമുക്ക് ക്യാമ്പ് ഫയറിന് തുടക്കം കുറിക്കാം അല്ലേ? നമുക്കൊരു പാട്ടായാലോ? ആദ്യം ആരാ പാട്ട് പാടാൻ തുടങ്ങുന്നേ? ടീച്ചറെ, വിഷ്ണു നല്ലോണം പാട്ടാടും. ആണോ? എപ്പോ? ഒന്ന് പോടാ. ആഹാ, വിഷ്ണു പാട്ട് പാടോ? എന്നാ വാ. അയ്യോ ടീച്ചറെ, ഞാൻ പാടത്തൊന്നുമില്ല. ദേ, ഈ അബു വെറുതെ പറയുന്നതാ. നിനക്ക് പറ്റെങ്കിൽ നീ പോയി പാടടാ. എന്തിനാടാ വെറുതെ എന്റെ തലയിൽ വെക്കുന്നേ? എന്നാ ചിഞ്ചുവാ. അയ്യോ മിസ്സേ, ഒറ്റക്ക് പാടാനൊക്കത്തില്ല. നമുക്ക് എല്ലാവർക്കും കൂടി പാടാം. ഓ, ഇവളുമാരുടെ ഒരു പാട്ടും കൂത്തും. എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിവാക്കണം. മിസ്സേ, എനിക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം വേണം. ഞാൻ പോയി കുടിച്ചിട്ട് വരട്ടെ. അയ്യോ, ഇത് നമ്മുടെ ബംഗ്ലാവിന്റെ കുറച്ച് ദൂരെയായി ഈ സ്ഥലം ഇരിക്കുന്നേ. ഇവിടെ നിറയെ കാട്ടാനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാ. ഒറ്റയ്ക്ക് പോയാൽ ശരിയാവത്തില്ല. ഇപ്പൊ തന്നെ വെള്ളം കുടിക്കണമെന്ന് നിർബന്ധമാണോ? ദേ ടീച്ചർ, എനിക്ക് തീരെ വയ്യ. എന്റെ തൊണ്ടയാകെ വേദനിക്കുന്നുണ്ട്. ഇപ്പൊ പാട്ടൊക്കെ പാടണേൽ വെള്ളം കുടിക്കാതെ പറ്റത്തുമില്ല. എന്നാ പിന്നെ ദേവു. എന്താ മിസ്സേ? ദേ, പിങ്കിക്ക് ദാഹിക്കുന്നെന്ന് പറയുന്നുണ്ട്. നീ അവളെ കൂടെ ഒന്ന് പൊയ്ക്കോ. ചിഞ്ചു. എനിക്ക് മനസ്സിലായി അവളെ ഐഡിയ. അവളെ അവളുടെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടാ, അല്ലാതെ വെള്ളം കുടിക്കാനൊന്നും അല്ല. ആ പൊട്ടത്തിന്റെ വിചാരം നമുക്ക് തന്നെ മനസ്സിലായിട്ടില്ലാന്നാ. ദേവു, അവരിവിടെ നിന്ന് ഇറങ്ങിയ പാടെ അവരെ പിറകെ പോകാം. കേട്ടല്ലോ? ടീച്ചർ അടിഞ്ഞിട്ട് എങ്ങനെ ഇവിടെ ഊരിയ? ഇതിനുള്ള വഴിയൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. തേടിയ വള്ളി കാലേ ചുറ്റി. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഈ ദേവു, നീ എന്റെ കൂടെ വാ. ശരി മിസ്സേ, ഞാൻ പോയിക്കോളാം. ഞാൻ പോയിട്ട് വരാം. നീ വിട്ടോ, ഞങ്ങൾ പിറകെ വന്നോളാം. ഓക്കെ, നേരം വൈകിക്കല്ലേ, അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ് മൊത്തം തകരും. ഇല്ല, വേഗം വാ ദേവു, എനിക്ക് നേരം വൈകുന്നു. ഈ മണ്ടിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. ഇത് തന്നെ അവസരം. ദേവു, നീ ഇവിടെ നിൽക്ക്. ഞാൻ പോയിട്ട് വെള്ളം എടുത്തോണ്ട് വരാം. അതിനെന്തിനാ റൂമിലോട്ട് പോകുന്നേ? ദേ, അവിടെ പൈപ്പുണ്ടല്ലോ, അവിടെ നിന്ന് കുടിച്ചോ. നീ ഞാൻ പറയുന്നതൊന്ന് കേട്ടാ മതി. എനിക്ക് എന്റെ വെള്ളം തന്നെ വേണം. പൈപ്പിലൂടെ വരുന്ന അഴുക്ക വെള്ളമൊന്നും ഞാൻ കുടിക്കത്തില്ല. മര്യാദയ്ക്ക് ഇവിടെ തന്നെ നിന്നോണം. ഇവിടെ നിന്ന് എവിടേക്കും പോകരുത്, കേട്ടല്ലോ? ഓ ശരി, നീ പോയിട്ട് വാ. ഈ ചിഞ്ചുവിനെ അബുവിനെ ഒന്നും കാണുന്നില്ലല്ലോ. അവൾ ഇപ്പൊ വരും. ഇതിനു മുമ്പ് അവരിവിടെ എത്തിയാലേ പ്ലാനിങ് ഒക്കെ നടക്കൂ. ദേവു, നിങ്ങൾ എത്തിയോ? എവിടെ അവരൊക്കെ? അവരൊക്കെ അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തോണ്ടിരിക്കുകയാ. പിങ്കി റെഡിയല്ലേ? അല്ലാതെ അവളെ അകത്തോട്ട് പോയതാ. അവളിപ്പോ വരും. എന്നാതെ നീ വേഗം പണി തുടങ്ങിക്കോ. ശരി, നിങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ വരണേ. അതൊക്കെ സെറ്റാ. ഞാനും പോയി ഡ്രസ്സ് മാറ്റട്ടെ. അയ്യോ, പിങ്കി വരുന്നുണ്ടെന്നാ തോന്നുന്നേ. വേഗം ഇവിടെ ബോധം പെട്ട പോലെ കിടക്കാം. അയ്യോ, ഇവിടെ ബോധം ഇങ്ങനെ പോയി. ഞാൻ പേടിപ്പിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ അവളെ ബോധം പോയല്ലോ. ഇനി ഇപ്പൊ എന്താ ചെയ്യാ? ഡ്രസ്സൊക്കെ ഇട്ടത് ഇപ്പൊ വെറുതെ ആയി എന്നാ തോന്നുന്നേ. ഇനി ഏതായാലും ഇവിടെ നിക്കണ്ട. ഇത് വേഗം അഴിച്ചു വെച്ചിട്ട് പോകാം. അങ്ങനെ അങ്ങ് പോയാലോ? അയ്യോ, ആരാണെന്ന് നിനക്ക് ഞങ്ങളെ കണ്ടിട്ട് മനസ്സിലായില്ലേടി? എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആരാ? അത് ശരി, അപ്പൊ നീ ഞങ്ങളുടെ ഗ്യാങ്ങിലുള്ളതല്ലേ? ഞാൻ പ്രേതമല്ല. ഞാൻ ആ ചിഞ്ചുവിനെയും ഗ്യാങ്ങിനെയും പേടിപ്പിക്കാൻ വേണ്ടിട്ടാ ഈ വേഷം കെട്ടിയത്. എന്നാ നിന്റെ ശരിക്കുള്ള രൂപത്തില് വാ. ഇതാ ശരിക്കുള്ള ഞാൻ. എന്റെ പേര് പിങ്കിന്നാ. എന്നെ ഉപദ്രവിക്കരുത്. ഇത് ശരി, അപ്പൊ നീ ഞങ്ങളെപ്പോലെ മുഖംപടിയിട്ട് പറ്റിക്കാൻ നോക്കുമായിരുന്നല്ലേടി? അയ്യോ, ഞാൻ നിങ്ങളെ പറ്റിക്കാൻ നോക്കിയതല്ല, സത്യം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് കഴിക്കാൻ പോകുകയാ. ശരിയാ, ഇവളെ കണ്ടിട്ട് തന്നെ എനിക്ക് കഴിക്കാൻ തോന്നുന്നു. എന്തായാലും അറിയാം, നല്ല ചോരയുള്ള കൂട്ടത്തിലാണെന്ന്. അയ്യോ, എന്നെ കഴിക്കരുത്, എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്തു തരാം. എനിക്ക് ചോര കുടിക്കാൻ പറ്റിയ കുറെ കുട്ടികൾ എന്റെ കയ്യിലുണ്ട്. ഞാൻ അവരെ കൊണ്ടുതരാം. ദേ ചിമ്പു, ഇവള് കുറച്ച് കുബുദ്ധിക്കാരിയാണെന്നാ തോന്നുന്നത്. നമുക്ക് ഇവളെ തന്നെ അങ്ങ് തട്ടാം. അതെ, എനിക്കിവരുടെ തലച്ചോറ് മതി. അതാകുമ്പോ നല്ല രുചി ഉണ്ടാകും. അയ്യോ, എനിക്കവരുടെ കാല് മതി. എനിക്ക് 2 കൈകൾ മതി. ബാക്കി ഭാഗങ്ങൾ ഞാൻ കഴിച്ചോളാം. അത് ശരി, ബാക്കി ഭാഗം മൊത്തം നീ എങ്ങനെയാ കഴിക്കാ? ഇവരെന്തൊക്കെയായി പറയുന്നേ? ഇവിടെ കാലും കയ്യും എല്ലാം എനിക്ക് തന്നെ വേണം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എല്ലാം നീ എടുത്ത പിന്നെ ഞങ്ങൾക്കെന്താ? ഈശ്വര, ഇവരിപ്പോ ഇവിടെ വെച്ച് എന്നെ കറിയാക്കുമെന്നാ തോന്നുന്നേ. ഇത് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. എന്റെ മമ്മിക്കും പപ്പയ്ക്കും ഞാൻ മാത്രമേ ഉള്ളൂ. അത് ശരി, പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? ദേ, അതാദ്യം പറ. ഞാൻ എല്ലാം പറയാം. ഞാനെല്ലാം പറഞ്ഞ എന്നെ ഉപദ്രവിക്കാതിരിക്കോ? കേട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം. അത് പിന്നെ എന്റെ സ്കൂളിൽ പഠിക്കുന്ന ചിഞ്ചുവും അവളെ ഫ്രണ്ട്സും ഉണ്ട്. എനിക്ക് അവരെ ദേഷ്യമാ.
അപ്പൊ ഞാൻ അവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാ ഈ വേഷം കെട്ടിയേ. ശരി, ആ കുട്ടിയാണല്ലേ ഇവിടെ വീണ് കിടക്കുന്നേ? ഞാനല്ല, അത് അവൾ എന്തോ കണ്ട് പേടിച്ചതെന്നാ തോന്നുന്നേ. ആഹാ, അപ്പൊ നീയാണല്ലേ കഴിഞ്ഞ ദിവസം സ്റ്റോർ റൂമിൽ വന്ന പ്രേതം? അതെ, അതും ഞാൻ തന്നെയാ. എങ്കിലും എന്നെ വെറുതെ വിടോ? അത് ശരി, ഇത്രയും ദുഷ്ടത്തരം ചെയ്ത നിന്നെ എങ്ങനെ വെറുതെ വിടാനാ? അപ്പൊ നിങ്ങൾ എന്നോട് ആദ്യം പറഞ്ഞതല്ലേ എന്നെ വെറുതെ വിട്ടോളാന്ന്? അയ്യോ, നിങ്ങളെങ്ങനെ? നീ എന്താ പിന്നെ വിചാരിച്ചേ ഇതൊക്കെ പ്രേതങ്ങളാണോ? ഇതൊക്കെ മുഖംമുടി ഇട്ട പ്രേതങ്ങളായിരുന്നു, മണ്ടി. ശരി, അപ്പൊ നിങ്ങൾ എല്ലാരും കൂടി എന്നെ പറ്റിക്കുകയായിരുന്നല്ലേടി? പിന്നെ നീ എന്ത് കരുതി ഞങ്ങൾ നിന്നെ സ്നേഹിക്കുകയായിരുന്നോ? നീയാണ് ഈ പ്രേതക്കളിക്കൊക്കെ പിന്നിലെന്ന് ഞങ്ങൾക്ക് പണ്ടേ മനസ്സിലായതാ. പക്ഷെ ഇത് നിന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാ ഞാനാ ഇതൊക്കെ ചെയ്തതെന്നതിന്? തെളിവാണോ ഇല്ലാത്തെ? നീ പറഞ്ഞതൊക്കെ ദേ അബു ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതെ, മിസ്സിനെ ഞങ്ങളൊന്ന് കാണിച്ചു കൊടുക്കും. അപ്പൊ എങ്ങനെയുണ്ട്, മനസ്സിലായോ? നിങ്ങൾ ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും. ഞങ്ങളല്ല വില കൊടുക്കാൻ പോകുന്ന നീ ആയിരിക്കും. നിനക്ക് മത്തായി സാറിന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിക്കോളൂ. അയ്യോ ചിഞ്ചു, പ്ലീസ് ആരോടും പറയരുത്. ഇതിന്റെയൊക്കെ സമയം എപ്പോഴേ കഴിഞ്ഞു മോളെ. എന്തായാലും എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞങ്ങളോട് സോറി പറഞ്ഞേ തീരും. ഇനി ഇമ്മാതിരി പരിപാടി നീ ഒരിക്കലും ചെയ്യരുത്. ഇത് നിനക്കൊരു പാഠമായിരിക്കണം. പ്ലീസ് ചിഞ്ചു, ദയവ് ചെയ്തത് ആരോടും പറഞ്ഞേക്കരുത്. ഇത് ശരി, ഇത് ഇമ്മാതിരി പേടിനെ പേടിപ്പിച്ചിട്ടാണ് അന്നെ ഞങ്ങൾ വെറുതെ വിടെ. ആ പൂതി ഞങ്ങളുടെ മനസ്സിൽ നിന്നോട്ടെ മോളെ. ഏതായാലും നമുക്ക് നാളെ മത്തായി സാറിന്റെ മുന്നിൽ കാണാം, കേട്ടോ? ഇനിയിപ്പോ മോങ്ങിയിട്ടൊന്നും കാര്യമില്ല. ആദ്യം തന്നെ ഇതൊക്കെ ആലോചിക്കണമായിരുന്നു. ശരിയാ.